ഗസയിൽ ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പദ്ധതി 20-ദിന പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം വെടിനിർത്തലായിരുന്നു. രണ്ടാം ഘട്ടം നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളാണ്. പക്ഷേ നിരവധി ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി തള്ളിക്കൂട്ടിയ പദ്ധതി എന്നതാണ് ട്രംപിന്റെ പദ്ധതിയെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ഇസ്രായേൽ താൽപര്യങ്ങളായിരുന്നു അതിൽ ബഹുഭൂരിപക്ഷവും എന്നത് തന്നെയാണ്. എങ്കിലും വെടിനിർത്തൽ എന്ന സാധ്യത നിലനിൽക്കുന്നത് ആ പദ്ധതിയിലൂടെയാണ് എന്നതിനാൽ ആ സമാധാന കരാറിനെ ലോകം ബഹുമാനിക്കുന്നുണ്ട്. ഇന്ന് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതി എന്നത് കൂടുതൽ വെളിവാക്കുന്ന കാര്യങ്ങളാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അത് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിയോഗിക്കപ്പെടുന്ന രാജ്യാന്തര സേനയിൽ ഇസ്രായേലിന് ഇഷ്ടമുള്ള രാജ്യങ്ങളെയാകും ഉൾപ്പെടുത്തുക എന്ന മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനമാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഗാസയുടെ രാജ്യാന്തര സേനയിൽ ഇസ്രായേൽ പറയുന്ന രാഷ്ട്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം സംശയത്തിനതീതമായി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലും സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഗാസയുടെ ഭാവി ഭരണം തീരുമാനിക്കുക എന്നത് പറയുന്നു. ഹമാസിന് യാതൊരു പങ്കാളിത്തവും ഉണ്ടാകില്ല എന്നുകൂടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. മാർക്കോ റൂബിയോ ഇസ്രായേലിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മാർക്കോ റൂബിയോ ഇസ്രായേലിന് ഏറ്റവും സ്വീകാര്യമാകുന്ന ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ആരെങ്കിലുമോ പലസ്തീന്റെ ഏതെങ്കിലും ഒരു സംഘടനയെയോ ഈ രാജ്യാന്തര സേനയിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന കാര്യം ഇസ്രായേൽ വ്യക്തമാക്കിയതാണ്. അതിനോടനുബന്ധിച്ച് തന്നെയുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ നടത്തിയിരിക്കുന്നത്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ പല വിധത്തിൽ ഈ കരാർ ലംഘിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള വലിയ അനുനയ ശ്രമങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം അവിടെ എത്തുകയും നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ജറേഡ് കൂഷ്ണർ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ അഡ്വൈസറും മരുമകനും അഡ്വൈസറുമായ ജറേഡ് കൂഷ്ണർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കോ റൂബിയോ നേരിട്ടെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അവിടെയാണ് ഇസ്രായേലിന് ഒട്ടും സ്വീകാര്യമല്ലാതിരുന്ന രാജ്യാന്തര സേനയിൽ ഹമാസിന്റെ ഏതെങ്കിലും ഭാഗമായി അവരെ അനുകൂലിക്കുന്ന ആരും ഉൾപ്പെടില്ല എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പറയുന്ന രാജ്യങ്ങൾ മാത്രമേ ഈ രാജ്യാന്തര സേനയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. തുർക്കിയെ ഉൾപ്പെടുത്തണം എന്ന ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനു കൂടിയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവന തടയിട്ടിരിക്കുന്നത്. ഇസ്രായേലും മറ്റു സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഭാവി ഭരണം തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയെ ഉൾപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ ഇസ്രായേൽ ശക്തമായ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. തുർക്കിയെ ഇതിൽ ഉൾപ്പെടുത്താൻ ഹമാസിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ അതിനോട് ഏതാണ്ട് അനുകൂലിക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു ട്രംപും ഉണ്ടായിരുന്നത്. ട്രംപിന് മേൽ അത്തരമൊരു സമ്മർദ്ദം അറബ് രാഷ്ട്രങ്ങളും ചെലുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് മാർക്കോ റൂബിയോ. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് പ്ലാൻ ബി ഇല്ല എന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. ഇസ്രായേൽ സന്ദർശനത്തിനിടെയാണ് റൂബിയോയുടെ ഈ വാക്കുകൾ. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. With a lot of important work that's happening here. This is a historic mission, by the way. I mean, if you think about it, there's nothing to model this after, because this has never happened before. I think we have a lot to be proud of in the first 10 days, 11 days, 12 days of implementation, where we have faced real challenges along the way, including over the weekend, but also an exciting opportunity. So this will be the journey to sort of get through the 21 points of the plan, to get through all the things that we're trying to achieve, is not going to be a linear journey. There's going to be ups and downs and twists and turns. But I think we have a lot of reason for healthy optimism. പലസ്തീൻ അഭയാർത്ഥി സംഘടനയായ UNRWA നേരത്തെ ഇസ്രായേൽ നിരോധിച്ചിരുന്നതാണ്. ഈ UNRWAയുടെ പ്രവർത്തനം ഇനി ഗസയിൽ അനുവദിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതും ഇസ്രായേലിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇസ്രായേലിന് അനുകൂലമായ തീരുമാനങ്ങളാണ് ഗസയിൽ ഇനി നടപ്പാകാൻ പോകുന്നത് എന്നതായിരുന്നു നേരത്തെ തന്നെ വ്യക്തമായിരുന്നത്. ഈ വെടിനിർത്തൽ തന്നെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇപ്പോൾ എല്ലാം വ്യക്തമാക്കുന്നതാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് നടപ്പാക്കുന്നത്. അവിടെ
അവിടെ ഈ ഇസ്രയേൽ അനുകൂലിക്കാത്ത സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദം ഉണ്ടാകില്ല എന്ന കാര്യം പറയുന്നു. കരാർ നിലനിർത്താൻ യുദ്ധാനന്തര ഗാസയുടെ കാര്യത്തിൽ ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും US വഴങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനായുള്ള ഇസ്രയേൽ പാർലമെന്റ് നീക്കത്തിന് ട്രംപിന്റെ പിന്തുണയില്ലെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്രയേലിന് അനുകൂലമായി മാത്രം നിലപാടുകൾ സ്വീകരിക്കുകയാണ് അമേരിക്ക ചെയ്തു വരുന്നത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചെത്തിയ പലസ്തീൻകാർക്ക് ഇപ്പോൾ പോലും കൃത്യമായ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഉറപ്പാക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നമുക്കറിയാം 2 വർഷമായി തുടരുന്ന യുദ്ധമാണ്. പരിക്കേറ്റവരും വിദഗ്ധ ചികിത്സ ആവശ്യമായുള്ളവരും അങ്ങനെ നിരവധി മനുഷ്യർ അവിടെയുണ്ട്. അവർക്ക് വേണ്ടുന്ന ചികിത്സ ലഭിക്കുന്നതിനോ ഭക്ഷണം ഉറപ്പാക്കുന്നതിനോ താമസ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനോ ഒന്നും ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഇപ്പോഴും സഹായവുമായി എത്തുന്ന ട്രക്കുകൾ പൂർണ്ണമായും കടന്നുപോകാൻ പോലുമുള്ള അനുവാദം ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ഇസ്രയേൽ അനുകൂല നിലപാടുകളുമായി അമേരിക്ക വരുന്നു എന്നതാണ്. അതേസമയം അവിടെ ഇസ്രയേലിൽ ഒരു സമാധാന കരാർ ഉണ്ടായതിനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നാഴികക്കല്ലാണ് ഈ ചുവടുവയ്പ് എന്നതാണ് UN രക്ഷാസമിതി യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയത്. ഇസ്രയേൽ പലസ്തീൻ സമാധാനത്തിന് 2 സ്വതന്ത്ര രാജ്യങ്ങളാവുക എന്നതാണ് പരിഹാരം എന്ന കാര്യം കൂടി ഇന്ത്യൻ പ്രതിനിധി പറയുന്നു. പക്ഷേ 2 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന ഒരു പ്രഖ്യാപനം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക സ്റ്റേറ്റ് എന്ന നിലയിൽ ഉള്ള ഒരു പ്രശ്നപരിഹാരമല്ല ട്രംപിന്റെ ഈ കരാറിൽ ഉള്ളത്. അതിനും അപ്പുറം ഇപ്പോൾ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്നത് യുദ്ധം തകർത്ത ഗാസയെ പുനർനിർമ്മിക്കുന്നതിനായി മേഖലയുടെ ഭരണ ചുമതല ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റ് സമിതിയെ ഏൽപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ഹമാസ് ഇപ്പോൾ ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത് ഒരു തരത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നീക്കമാകും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ഹമാസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പലസ്തീൻ വിഭാഗങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഈജിപ്തിൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹമാസ് ഉൾപ്പെടെ വിവിധ പലസ്തീൻ കൂട്ടായ്മകൾ ഈ സന്നദ്ധതയെ അറിയിക്കുകയായിരുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും അധികാരം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്ന പക്ഷം നിരായുധീകരണം ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്തുമെന്നാണ് പലസ്തീൻ കൂട്ടായ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിരായുധീകരണത്തിന്റെ കാര്യത്തിലും ഹമാസിൽ നിന്ന് അനുകൂല സമീപനം വരുന്നു. അപ്പോഴാണ് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ മാത്രം നടപ്പാക്കാനുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും വരുന്നത് എന്നതുകൂടി ഓർക്കണം. ഈ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും വലിയ വീഴ്ച സംഭവിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുവരെ ഈ സമാധാന കരാർ മുന്നോട്ട് പോകും എന്ന സൂചനകളാണ് ഹമാസ് ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ അത് സംരക്ഷിക്കുന്നത് ഇസ്രയേൽ താൽപര്യങ്ങളാണ് എന്നതാണ് കാണാൻ കഴിയുന്നത്.